ഇന്ന് നേരം വൈകില്ലേ നമ്മള് ഇന്നത്തെ ദിവസം നമ്മള് കൂട്ടിക്ക് കയറുന്ന ഇപ്പോഴാണ് സമയം 10:30 മണി കഴിഞ്ഞു. 10:45 ആയിട്ടുണ്ട് ഏകദേശം. നമ്മള് സാധാരണ 2 നേരം കയറാറുണ്ട്. പക്ഷെ കയറാറുണ്ട് എന്നാ ഒരു പ്രശ്നമുള്ള കാരണം നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നത്. സാധാരണ എല്ലാ പ്രാവശ്യവും നമുക്ക് നേരം വൈകിയാലും കുഴപ്പമുള്ള കേസല്ല, നമുക്ക് തീറ്റ ഇട്ട് കൊടുത്ത് പോവാം. പക്ഷെ ഈ കൂട്ടില് തീറ്റ ഇട്ട് കൊടുത്ത് പോകാൻ പറ്റാത്തൊരു പ്രാവുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് നേരം വൈകിട്ടാണ് വന്നത്. ശരിക്കും ഇന്ന് എനിക്ക് കൂട്ടിക്ക് കയറേണ്ട കാര്യമില്ല. ബാക്കിയുള്ള പ്രാവുകൾക്കൊക്കെ തീറ്റ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് സെറ്റ് ആക്കിയാണ് പോയിരിക്കുന്നത്. ആ പാത്രങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. കണ്ട ഇതേപോലെ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രാവുകൾക്കും. നമുക്ക് ഈ പാത്രത്തിൽ തീറ്റ കൊടുത്ത് ഇറങ്ങി പോവാവുന്ന കേസുള്ളൂ. പക്ഷെ അത് ഇന്നിപ്പോ നമ്മള് നേരം വൈകി കഴിഞ്ഞാലും ഈ പാത്രത്തിൽ നമ്മൾ ഇന്ന് നേരം വൈകിട്ടേ വരുള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ഈ പാത്രത്തിൽ തീറ്റ കൊടുത്ത് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ കണ്ട എല്ലാ പ്രാവുകൾക്കും തീറ്റ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രാവിന് മാത്രം, ഈ ഒരു വൈറ്റ് പ്രാവിന് മാത്രം കണ്ട നമ്മള് തീറ്റ വെച്ചു കൊടുത്തിട്ടില്ല. യാതൊന്നും തൊട്ട് കാണിച്ചു കൊടുത്തേ. ആ പ്രാവിന് മാത്രം പാത്രം വെച്ചു കൊടുത്തിട്ടില്ല. അവൻ തൊട്ട ആ കൂട്ടില്, ഈ വീട്ടിൽ മാത്രം നമ്മൾ തീറ്റ പാത്രം വെച്ചു കൊടുത്തിട്ടില്ല. അത് വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ വെച്ചു കൊടുക്കാണ്ടിരുന്നത്. ഏതാ ആ പ്രാവിന് നമ്മൾ തീറ്റപ്പാത്രം വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ എത്ര നേരം വൈകി വന്നാലും ആ പ്രാവിനുള്ള ഫുഡ് നമ്മൾ കൊടുത്തേ മതിയാവും. അത് നമ്മൾ കൊടുക്കണം. അതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാക്കി ഇതാണ് ആ പറഞ്ഞ പ്രാവ്. നമ്മള് പറഞ്ഞ പ്രാവ് ഇതാണ്. എല്ലാ പ്രാവുകൾക്കും തീറ്റ വെച്ചു കൊടുത്ത് നമുക്ക് പോവാം. പക്ഷെ ഈ പ്രാവിന് നമുക്ക് തീറ്റ വെച്ചു കൊടുത്ത് പോകാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു പ്രാവായത് കാരണമാണ് ഈ പ്രാവിന് നമുക്ക് തീറ്റ വെച്ചു കൊടുത്ത് പോകാൻ പറ്റാത്തത്. വിചാരിക്കണോ ഈ പ്രാവിന് എന്താണ് അങ്ങനത്തെ ഒരു കാര്യം എന്നൊന്നും ചിന്തിക്കണ്ടാവും. പ്രാവിന് ചുണ്ടുണ്ട്, കൊത്തിന്നാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കണ്ടാവും. പ്രാവിന് സാധാരണ എല്ലാ പ്രാവുകൾക്കുള്ള പോലെ എല്ലാ അവയവങ്ങളും ഈ പ്രാവിന് കൊത്തിന്നാനൊക്കെ പറ്റും. പക്ഷെ ഈ പ്രാവിന് കണ്ണ് കാണില്ല. അതുകൊണ്ട് തന്നെ തിന്നാൻ പറ്റില്ല. കണ്ണ് കാണില്ല എന്ന് വെറുതെ പറഞ്ഞല്ല കഥ. ഈ പ്രാവിന് കണ്ണ് കാണില്ല. ഈ പ്രാവിന് 3 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. 4 വയസ്സാവാനാ പോണത്. പ്രാവാണ്. 4 വയസ്സാവാൻ ഈ പ്രാവിന് പോണത്. ഈ 4 വയസ്സിലും ഞാൻ തന്നെയാണ് ഇതിന് ഫുഡ് കൊടുക്കുന്നത്. എത്ര നേരം വൈകി വന്നാലും ഫസ്റ്റ് ചെയ്യണ കാര്യത്തിന്റെ കാര്യമായിരിക്കും. ഇനി ഫുഡ് കൊടുത്തിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്കൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് തീറ്റ വെള്ളം വെച്ച് കൊടുത്ത് അവരല്ല. നമ്മൾ ഒരു ദിവസം വന്നില്ലെങ്കിലും ആൾക്കാർ തീറ്റ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാല് നടക്കും. പക്ഷെ ഇതിനെ അത് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ കൂട്ടിൽ നമ്മൾ എത്ര നേരം വൈകിയാലും നമ്മുടെ കൂട്ടിൽ കയറിയേ പറ്റും. അപ്പൊ ഇതിന് നമ്മളെങ്ങനെ തീറ്റ കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദിവസം നമ്മൾ ഇപ്പൊ നേരം വൈകി വന്ന് രാവിലെ കൊടുത്തിട്ടില്ല. സാധാരണ രാവിലെ കൂട്ടിൽ കയറാറില്ല. അന്ന് രാവിലെ കൂട്ടിൽ കയറാൻ പറ്റും. ഇപ്പോഴാണ് കൂട്ടിൽ കയറുന്നത്. 10:30 മണി 11 മണിയായി ഏകദേശം. അന്ന് സമയമല്ല. ഞാൻ ആദ്യം ഇപ്പോഴാണ് 10:30 11 മണിക്കൊക്കെ പിന്നെ കയറുന്നത്. മറ്റേ 2 മണിയൊക്കെ ആകുമ്പോൾ ഈ കൂട്ടിനെ ഇറങ്ങി പോകും. അത് പട്ടി കാറ്റില്ല. ഇതിന് എങ്ങനെ തീറ്റ കൊടുക്കാന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. തീറ്റ എങ്ങനെ കൊടുക്കണമെന്ന് കാണിച്ചു തരാം. സാധാരണ കുറച്ച് ഗോതമ്പ് ഇതാണ്. ഗോതമ്പാണ്. നമ്മളിൽ കയ്യിൽ ഗോതമ്പാനുള്ള മിക്സ് തീറ്റ നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പം ഗോതമ്പാണ് ഉള്ളത്. അതുകൊണ്ട് പിടി ഗോതമ്പ് എടുക്കുക. ആ കംപ്ലീറ്റ് ഗോതമ്പ് ഞാൻ ഇതിൻ്റെ ഉൾപ്പായി ഗോതമ്പും വെള്ളം കൂടിയിട്ട് ഈ പ്രാവിന്റെ വായിലേക്ക് ഊതി കൊടുക്കും. ഇതാണ് ഇപ്പൊ ഞാൻ ഈ പ്രാവിന് തീറ്റ ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. 4 വയസ്സാവാനാ പോണത്. ഈ സമയം വരെ ഈ പ്രാവിന് ഇങ്ങനെയാണ് ഞാൻ തീറ്റ കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവ് ഇതുവരെ കൊത്തി തിന്നിട്ടില്ല. അത് കാണാത്തവരാണ് നമ്മളതിനും മെനക്കടിയിക്കാണ്ടാണ്. ഇപ്പൊ കൂട്ടിട്ട് ചിലപ്പോൾ അറിയാണ്ട് അവരോടൊക്കെ പോയി കൊത്തും. ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ക്ലിയർ ആയിട്ട് നോക്കും. അതുവരെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഈ പ്രായം നമ്മള്
ഇതാണ് ഇതിന്റെ ഭക്ഷണം. ഞാൻ കൊടുത്താൽ മാത്രമാണ് ഇത് കഴിക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രാവാണിത്. ഫുൾ ചിറകിലാണ് പ്രാവിരിക്കുന്നത്. കണ്ട് കാണിച്ചത് അങ്ങനെ ഇരുന്ന പ്രാവിന്റെ കണ്ണിരിക്കണെങ്കിൽ വെല്ല കൊണ്ടുണ്ട്. കണ്ണ് കാണില്ല. നല്ലൊരു ലൈനേജിൽ പെട്ട പ്രാമുദ്യമാണ്. നോക്കാം.